പുതിയൊരു തായ്വാനീസ് പടം വന്നിട്ടുണ്ട്. ഹൗ ടു മേക്ക് മില്യൻസ് ബിഫോർ ഗ്രാൻഡ്മാ ഡൈസ്. അമ്മു മരിക്കുന്നതിന് മുമ്പ് എങ്ങനെ കോടീശ്വരനാകും എന്നുള്ള ഒരു സിമ്പിൾ പ്ലോട്ടാണ് ഈ സിനിമയുടെ. ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്ന് പറയാം. സോ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നത് ക്യാൻസർ വന്ന് മരിക്കാൻ നിൽക്കുന്ന ഒരു അമ്മൂമ്മ. സോ അവർക്ക് കുറേ മക്കളുണ്ട്. അതിലെ ഇളയ മകനായ എം എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഈ ഒരു അമ്മൂമ്മ മരിക്കുന്നതിന് മുമ്പ് അമ്മൂമ്മയെ ഒന്ന് ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ശുശ്രൂഷിച്ച് ആളുടെ കയ്യിലുള്ള കുടുംബസ്വത്ത് മൊത്തം കൈക്കലാക്കാൻ നോക്കുന്നത് എന്നാണ് സിനിമയുടെ പ്രധാന ഉദ്ദേശം. എൻ്റെ ആ ഒരു കാര്യത്തെ ഒരു ഫീൽ ഗുഡ് മോഡിൽ ഭയങ്കര ഒരു ഹാർട്ട് വാമിംഗ് ആയിട്ടാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. ഈ ഒരു കുട്ടി മാത്രമല്ല, വേറെ കുറേ പേരുണ്ട്. അവരൊക്കെ തന്നെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. സോ പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു കേസ് വന്ന സമയത്ത് ഈ ഒരു ഗ്രാൻഡ് മദറിനെ എങ്ങനെയാണ് ഇവർ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് സിനിമ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിലൂടെ എന്താണ് ലവ്, അല്ലെങ്കിൽ എന്താണ് പ്യുവർ ലവ് എന്നൊക്കെ സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആൻഡ് പ്ലെയിൻ ആയിട്ട് പോകുന്ന മൂവിയാണ്. ഭയങ്കര മെല്ലെയാണ് ഈ സിനിമയുടെ പോക്ക്. മെല്ലെ എന്ന് പറഞ്ഞാൽ ഒച്ച ഇടമൂല കഴിയും. ഇതിൽ പ്രത്യേകിച്ച് വലിയ പ്ലോട്ട് ട്വിസ്റ്റുകളോ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല. സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒരേ പേസിലാണ് പോവുക. സോ അതിലൂടെ ഒരു റിയലൈസേഷൻ എന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. സോ ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം കണ്ടുനോക്കാൻ പറ്റുന്ന സിനിമയാണ് ഈ ഒരു ചിത്രം. ഇതൊരു തായ്വാനീസ് മൂവിയാണ്. ഇംഗ്ലീഷ് സബ്ടൈറ്റിലൂടെ അവൈലബിൾ ആണ്. ആൻഡ് ഈ സിനിമയുടെ പ്രൊമോഷനൊക്കെ നല്ല രസമായിരുന്നു. ഇതൊരു തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തിയേറ്റർ സ്റ്റാഫൊക്കെ തന്നെ ടിക്കറ്റിന് പകരം ടിഷ്യൂ പേപ്പറൊക്കെ കൊടുത്തിട്ടാണ് അത്ര ഇത് അവിടെ കിടത്തി വിട്ടത്. ആൻഡ് അതുകൊണ്ട് തന്നെ, കാരണം ഈ സിനിമ ഭയങ്കര ഇമോഷണലാണ്. കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും നമുക്ക് കണ്ണീര് വരുന്നുള്ള രീതിയിൽ അതൊക്കെയാണ് ഒരു മെയിനായിട്ട് അതിട്ട് മാർക്കറ്റ് ചെയ്തത്. ഇത് കണ്ടിട്ട് കരയുന്നവരുടെയൊക്കെ റീൽസ് എടുത്തിട്ട്. സോ അങ്ങനെ തായ്വാനിൽ ഈ വർഷത്തെ ഏറ്റവും അധികം കളക്ഷൻ കിട്ടിയ അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് റെക്കോർഡ്സൊക്കെ ഷാറ്റർ ചെയ്തൊരു പടമാണ് ഹൗ ടു മേക്ക് മില്യൻസ് ബിഫോർ ഗ്രാൻഡ്മാ ഡൈസ്. സോ ഈ പേര് ഭയങ്കര വലുതാണ്, എന്നതുപോലെ തന്നെ സിനിമ അത്ര വലുതല്ല, ചെറിയൊരു പടമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ 2 മണിക്കൂർ കുറച്ച് മെല്ലെയാണ് പോവുക. ഒരു 2 മണിക്കൂർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 4 മണിക്കൂറിൽ തോന്നിയേക്കാം. സോ അത്ര മെല്ലെ സമയമെടുത്ത് ആ ഒരു ക്യാരക്ടേഴ്സിനെ നമ്മുടെ മനസ്സിൽ പതിപ്പിച്ച് മെല്ലെ ആ ഒരു കഥ പറഞ്ഞ് നമുക്കൊരു പ്രോപ്പർ സാറ്റിസ്ഫൈഡ് ഫീൽ തരുന്ന ഒരു നല്ല ചെറിയ ഫീൽ ഗുഡ് പടമാണ്. തീർച്ചയായിട്ടും കണ്ടുനോക്കുക. ഈ സിനിമ നമ്മളിവിടെ OTT പ്ലാറ്റ്ഫോംസൊന്നുമില്ല, ഞാൻ സ്ഥിരം പറയാറുള്ള പോലെ ഡിജിറ്റലി അവൈലബിൾ ആണ്. എവിടെ നിന്ന് കിട്ടണമെന്ന് അറിയാം. കണ്ടുനോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം. നന്ദി.